Good morning. Good morning, Miss. Good morning, Miss. നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സില് ഓവർവ്യൂ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. എടുത്ത ഭാഗം വരെ വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, ശ്രീലക്ഷ്മി ഗുഡ് മോർണിംഗ്. രമേശ ഗുഡ് മോർണിംഗ്. വായിച്ചു നോക്കിയോ എടുത്തവരെ? ക്ലിയർ ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, കുറച്ച് ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ ചാപ്റ്ററിൽ. ശരി, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങള് നോക്കാം കേട്ടോ. നോൺ മ്യൂട്ട് കൊടുക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓവർവ്യൂ ഇതിനകത്ത് നമ്മള് മുഴുവൻ സംസാരിച്ചത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടായിരുന്നു അല്ലെ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ സ്കോപ്പ്, അതിന്റെ നേച്ചർ, പിന്നെ ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്താണ്, അദ്ദേഹത്തിന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ, തത്വങ്ങളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ്. അതിനകത്ത് നമുക്കൊരു 13 പോയിന്റുകൾ പറയാനുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ 8ാമത്തെ പോയിന്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. 8ാമത്തെ പോയിന്റ് കേട്ടോ. അതായത് ഇവിടെ വരെയാണ് പറഞ്ഞത് ഡോക്ടേഴ്സ് ഹാവ് ടു ബി ട്രെയിൻഡ് ടു ആക്ട് ആസ് എ സോഷ്യൽ ഫിസിഷ്യൻസ് ആസ് വെൽ ആസ് ടു പ്രൊമോട്ട് ഹെൽത്തി ലിവിംഗ് ഫോർ ദ പീപ്പിൾ. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ബാക്കിയുള്ള പോയിന്റിലോട്ട് കടക്കാം. അടുത്ത പോയിന്റ് ഇതാണ് നഴ്സിംഗ്. നമ്മളിപ്പോ പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ, തത്വങ്ങളാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ് നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് പ്രൊവൈഡ് ദ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റാഫുകൾ അതുപോലെ മറ്റ് ബന്ധപ്പെട്ട ഹെൽത്ത് അല്ലെ, ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്, ആരോഗ്യ പ്രവർത്തകര്, അവരെന്ത് ചെയ്യണം? കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. ദാറ്റ് മീൻസ് സാമൂഹ്യ അധിഷ്ഠിതമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ആരോഗ്യം അല്ലെ, അവർക്ക് ഏറ്റവും നല്ലൊരു ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു എഡ്യൂക്കേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതില് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഒരുപോലെ ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ. ഞങ്ങളുടെ ഡോക്ടേഴ്സിന് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് സ്റ്റാഫുകളായിക്കോട്ടെ, മറ്റ് ആരോഗ്യ പ്രവർത്തകരുണ്ട് അല്ലെ, ഇഷ്ടംപോലെ ആശാ വർക്കർമാർ, അങ്ങനെയൊക്കെയുള്ള ധാരാളം എന്താ പറയാ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അനുബന്ധ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരും എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻസ് അവരും പ്രൊവൈഡ് ചെയ്യണം. അവരിലൂടെയും നമ്മൾ എന്ത് കൊടുക്കണം? ആളുകൾക്ക് ഹെൽത്ത് അവയർനെസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പോയിന്റ്? നഴ്സിംഗ് പേഴ്സണൽ ആൻഡ് അതർ അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽ ഷുഡ് പ്രൊവൈഡ് ദ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഇതാണ് ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽ ആർ പ്രൊവൈഡഡ് ട്രെയിനിങ് ടു പ്രൊവൈഡ് പ്രോപ്പർ സർവീസ് ടു പീപ്പിൾ. ഓക്കെ, എന്താണ് ന്യൂ കാറ്റഗറീസ് ഓഫ് ഹെൽത്ത് പേഴ്സണൽ എന്ന് പറഞ്ഞത്? എന്താണ്? നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പുതിയ വിഭാഗ ജീവനക്കാർ. പുതിയ വിഭാഗം, പഴയ വിഭാഗം അങ്ങനെയൊന്നുമില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാര് അല്ലെ. ഇപ്പൊ നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാര്, അതുപോലെ ആശാ വർക്കർമാര്, ഹെൽത്ത് പ്രൊമോട്ടേഴ്സ് ഉണ്ട്, ഹെൽത്ത് കൺസൾട്ടൻസ്, ഹെൽത്ത് എഡ്യൂക്കേഷനിസ്റ്റുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് വിഭാഗം ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരോഗ്യ ജീവനക്കാർക്ക് ഈ പറയുന്ന പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല സേവനങ്ങൾ കൊടുക്കാൻ അവർക്കും ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ. അവർക്ക് ആദ്യം പരിശീലനങ്ങൾ കൊടുക്കണം, എന്നിട്ടാണ് അവര് ജനങ്ങളിലേക്ക് അവയർനെസ്സിന്
കൊടുക്കുന്നത് അല്ലെ. അവർക്ക് എന്ത് വേണം? ഇത്രയുള്ള സംഭവം, അതിന്റെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക അല്ലെ. അങ്ങനെ പരിശീലനങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർക്ക് അത് ശരിയായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് new categories of health personnel are provided training to provide proper service to people. Okay. Next വരുന്നത് all the systems of medicine should be promoted to provide decent health care to the people. All the systems of medicine should be promoted to provide decent health care to people. അതുപോലെ തന്നെ നമ്മളുടെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ആരോഗ്യ പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിനെയും പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം, ഹെൽത്ത് കെയർ സിസ്റ്റം ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിനെ പറ്റി നമുക്കറിയാം. ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, സിദ്ധയുണ്ട്, യുനാനി ഉണ്ട്. എല്ലാം ഇതൊക്കെ പല സിസ്റ്റം ഓഫ് മെഡിസിൻസുകളാണ് അല്ലെ. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിനെയും എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. അല്ലാണ്ട് അലോപ്പതിനെ മാത്രം പ്രൊമോട്ട് ചെയ്യണമെന്നോ ആയുർവേദിനെ മാത്രം പ്രൊമോട്ട് ചെയ്യണമെന്നോ പറയുന്നില്ല. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിന്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം ഒന്ന് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് അത് എല്ലാത്തിനെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ടു പ്രൊവൈഡ് ദ ഡീസന്റ് ഹെൽത്ത് കെയർ ടു പീപ്പിൾ. ജനങ്ങൾക്ക് ഏറ്റവും നല്ല ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞ പോയിന്റ്? അടുത്ത പോയിന്റ് ഇതാണ്, യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് വില്ലേജ് ലെവൽ. ഇതാണ് യൂട്ടിലൈസ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ആൻഡ് പ്രൊമോട്ട് ലോക്കൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് അറ്റ് വില്ലേജ് ലെവൽ. അതായത് നമ്മുടെ വില്ലേജ് ലെവലില് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമീണ തലത്തില് പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റി റിസോഴ്സുകളും ഉപയോഗപ്പെടുത്തുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടില് നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജിന്റെ കീഴിലൊക്കെ ചില പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ ഉണ്ടാവില്ലേ. ഗവൺമെന്റ് സ്കൂളുകളിൽ വർക്കിംഗ് ബേസിലല്ല, നമ്മുടെ സാറ്റർഡേ ഒക്കെ ദിവസമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് അല്ലെങ്കിൽ വില്ലേജിന്റെ ആഭിമുഖ്യത്തിലൊക്കെ ചില ക്യാമ്പുകൾ നടത്താറുണ്ട് അല്ലെ. ഇപ്പോ പരിശോധനാ ക്യാമ്പുകള്, ഈ പറയുന്ന പോലെ ഇപ്പൊ ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേഹ സംബന്ധമായിട്ടുള്ള ക്യാമ്പുകള്, അല്ലെങ്കിൽ മറ്റൊരു ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിക്കുന്ന ചില ക്യാമ്പുകൾ അങ്ങനെ നടത്താറുണ്ട്. ചില ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ നടത്താറുണ്ട്. അതെ, മെഡിക്കൽ ക്യാമ്പുകള് ഒരു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം അവസാനിക്കുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾക്ക് മുഴുവൻ ആ ക്യാമ്പിൽ വരാം അല്ലെ. അവർക്ക് അവിടെ വന്ന് പരിശോധിക്കാൻ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ അവർക്ക് ലഭിക്കും. വലിയ സേവനങ്ങളല്ല എങ്കിലും അവർക്ക് അത്യാവശ്യം വേണ്ട ചില സ്ക്രീനിങ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തും. അതുപോലെ അവർക്ക് സൗജന്യമായിട്ടൊക്കെ കൊടുക്കും അല്ലെ. അപ്പോ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗ്രാമീണ തലത്തില് വില്ലേജ് ലെവലില് പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരും. ചിലപ്പോൾ നമുക്കറിയാം ഒരു പ്രദേശത്ത് അങ്ങനെ നടക്കുമ്പോൾ ആളുകൾക്ക് വലിയ ഹോസ്പിറ്റലിലേക്കൊന്നും പോണ്ട, അവർക്ക് അവരുടെ തൊട്ടടുത്തുള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഹാളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ അങ്ങനെ നടത്തുമ്പോൾ അവിടുത്തെ ആളുകളുടെ പങ്കാളിത്തം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു വില്ലേജ് ലെവലിലുള്ള ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക്, ആരോഗ്യ പരിപാടികളില് പ്രാദേശിക പങ്കാളിത്തം പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റ് സ്കൂളുകള് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പഞ്ചായത്തിന്റെ ഹാളോ അല്ലെങ്കിൽ വില്ലേജിന്റെ ഹാളോ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസോഴ്സുകളാണ് അല്ലെ. അപ്പൊ അത്തരം കമ്മ്യൂണിറ്റി റിസോഴ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ അവിടെയൊക്കെ ക്യാമ്പുകളൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് ലോക്കലി ആളുകളുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഏറ്റവും താഴേക്കിടയിലേക്ക് വരെ ആ ഒരു എന്താ പറയാ ആരോഗ്യ സേവനങ്ങളെ ആക്സസബിൾ ആക്കുക എന്നുള്ളതാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഇതാണ്, there should be provision for the staff development programs. ഇതാണ് there should be provision for the staff development programs. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾക്കുള്ള വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം.
സ്റ്റാഫുകളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാര് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജ് അല്ലെ അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ സെമിനാറുകള് അല്ലെ അങ്ങനെയുള്ള പരിശീലന പരിപാടികൾ അവരുടെ പ്രൊഫിഷ്യൻസി അത് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കാര്യം അവരിലൂടെയാണല്ലോ ഹെൽത്ത് സർവീസസ് പൊതുജനങ്ങളിലൂടെ എത്തുന്നത്. അപ്പൊ അവർക്ക് അതിന് വേണ്ട നോളജ് കൊടുക്കണം, അറിവ് കൊടുക്കണം, പരിശീലനങ്ങൾ കൊടുക്കണം. അതും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയുമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാണ് എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഹെൽത്ത് പോളിസി നയങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. ഇനി അത്തരം ഹെൽത്ത് പോളിസികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ഒരു വ്യക്തമായിട്ടുള്ള വളരെ ഒരു സൗണ്ട് ആയിട്ടുള്ള ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. അതിലൂടെയാണ് നമ്മൾ ആ നയങ്ങൾ നടപ്പിലാക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിലെ എല്ലാ ഭരണതലങ്ങളിലും പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സേവനങ്ങളുടെ സംയോജനം ഉറപ്പുവരുത്തണം. അതുപോലെ സെൻട്രലൈസ്ഡ് ഡയറക്ഷൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ ആക്ഷൻസ്, പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോഴും ഹെൽത്ത് പ്രോഗ്രാംസുകള് ഓരോ പ്രയോറിറ്റി അനുസരിച്ച്, മുൻഗണനയ്ക്ക് അനുസരിച്ചുകൊണ്ട് വേണം നമ്മൾ ഹെൽത്ത് പ്രോഗ്രാമുകള് പ്ലാൻ ചെയ്യാനായിട്ട്. അതുപോലെ അത് ആളുകളുടെ ആവശ്യകതകളെ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് സേവനങ്ങൾ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം, എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം. എല്ലാ വിഭാഗം ജീവനക്കാർക്കത് ആളുകൾക്കത് അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, സ്വീകാര്യമായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ഹെൽത്ത് പ്രോഗ്രാമുകളിലൂടെ, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആളുകൾക്കിടയിൽ ഹെൽത്ത് അവയർനെസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഡോക്ടേഴ്സിനാണെങ്കിൽ ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. നഴ്സിംഗ് സ്റ്റാഫുകളിലൂടെയും മറ്റനുബന്ധ മെഡിക്കൽ സ്റ്റാഫുകളിലൂടെയും ഈ പറയുന്ന അവയർനെസ്സുകൾ ഉറപ്പുവരുത്തുക. പിന്നെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നമ്മുടെ ഗ്രാമീണ തലത്തിലുള്ള പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ലഭ്യമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റി റിസോഴ്സുകളും ഉപയോഗപ്പെടുത്തുക. സ്റ്റാഫുകളുടെ സ്കില്ലും നോളജും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസുകൾ, വ്യവസ്ഥകളും ഉണ്ടാക്കിയെടുക്കുക. ഇത്രയുമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ തുടക്കമേ പറഞ്ഞു, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങുന്ന സേവനങ്ങളല്ല അല്ലെ. ഹോസ്പിറ്റലിൽ മാത്രമല്ല, പൊതുജനങ്ങളുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള, വളരെ ബ്രോഡ് സ്കോപ്പ് ഉള്ള ഒന്നാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ആ പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കിക്കോ കേട്ടോ. പ്രിൻസിപ്പിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിക്കോ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ്, അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ്. ഇതിപ്പോ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ഏതാണ്, ഒബ്ജക്റ്റീവ്സ് ഏതാണ്, ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്നു. ഓക്കെ, അപ്പൊ നോക്കാം ഒബ്ജക്റ്റീവ്സ്.
നമുക്ക് ഇതിനകത്തെ ഒബ്ജക്റ്റീവ്സിന്റെ അടുത്ത് നമുക്ക് ഒരു 14 പോയിന്റ് ഉണ്ട് കേട്ടോ പറയാനായിട്ട്. 14 പോയിന്റുകളുണ്ട്. വലിയ വലിയ പോയിന്റുകളാണ്, പക്ഷെ അതിന്റെ കൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. ഇത് തന്നെയാണ് നമ്മൾ എവിടെയും പറഞ്ഞത്. പ്രിൻസിപ്പിൾസിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അല്ലെ. ഇത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഗോൾസ് അല്ലെ, ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തത് ടു പ്രൊമോട്ട് ദ അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. അതായത് എല്ലാ വിഭാഗം ജീവനക്കാർക്കിടയിലും, ജീവനക്കാരല്ലാട്ടോ, എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും എന്താണ് ഈ ആരോഗ്യ പരിചരണത്തിനെ സംബന്ധിക്കുന്ന അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, നല്ലൊരു ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ആളുകൾക്കിടയിലേക്ക് ആരോഗ്യ പരിചരണത്തിനെ സംബന്ധിക്കുന്ന അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റാഫുകൾക്കും മറ്റ് ആളുകൾക്കും ഒക്കെ പരിശീലനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പൊ സ്കൂളുകളിലായിക്കോട്ടെ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ മറ്റുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നുണ്ട്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആളുകൾക്കിടയിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം അവർക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുന്നതാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അതാണ് ടു പ്രൊമോട്ട് അവയർനെസ് എമംഗ് ഫങ്ഷണറീസ് ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഈ ഫങ്ഷണറീസ് എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിക്കുന്നത്? ജീവനക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റില് അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അല്ലെ, അത്തരം ഉദ്യോഗസ്ഥർക്കിടയിൽ എന്ത് കൊടുക്കാം? അവയർനെസ്സുകൾ പ്രൊമോട്ട് ചെയ്യാം. അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കാം. കാര്യം അവരാണ് നമുക്ക് സേവനങ്ങൾ തരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥർക്കും അവർക്കും എന്ത് കൊടുക്കാം? അവയർനെസ്സുകൾ കൊടുക്കുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ആദ്യത്തെ പോയിന്റ് എന്താണ്? എല്ലാ വിഭാഗം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കിടയിലും അവർക്കും എന്ത് കൊടുക്കുക? അവയർനെസ്സുകൾ കൊടുക്കുക. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് to make better the efficiency of healthcare delivery systems. To encourage the research in the field of health and hospital management. നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ എന്തിനെ പ്രോത്സാഹിപ്പിക്കാം? ഗവേഷണ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഗവേഷണ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യാൻ പറയുന്നത്? ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ദ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്. അതായത് നമ്മൾ ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണ വിതരണ സംവിധാനത്തിനെ ഏറ്റവും എഫിഷ്യൻസിയോടുകൂടി, ഏറ്റവും ഫലപ്രാപ്തിയോടുകൂടി നമ്മൾക്ക് ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെ മുന്നോട്ട് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്നതിനായിട്ട് ആ ഒരു വിഭാഗത്തിലെ ഗവേഷണ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തണം. അങ്ങനെ ഗവേഷണങ്ങൾ നടത്തുന്നതിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നിലവിലുള്ളതിനേക്കാളും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള, ഇംപ്രൂവ് ആയിട്ടുള്ള പല കണ്ടെത്തലുകൾ നമുക്ക് നടത്താൻ പറ്റും അല്ലെ. അത് എന്ത് ചെയ്യും? നമ്മുടെ ആരോഗ്യ മേഖലയെ എപ്പോഴും വികസിപ്പിച്ചുകൊണ്ടേയിരിക്കും. പണ്ടത്തെ പോലെയാണോ? ഇതെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, നമുക്കറിയാം നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ഹൈലി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വാൻസ്ഡ് ആണ്. ഇനിയും അതിന് മുകളിലേക്ക് പോകാനായിട്ട് ഇത്തരം ഗവേഷണ പ്രവർത്തനങ്ങൾ നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് എന്ത് കൊടുക്കുക? എൻകറേജ് ചെയ്യുക. ഓക്കെ, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. എല്ലാം പറയുന്നത് ഒരേ കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ. ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസ്, അതായത് ഏറ്റവും ഗുണനിലവാരമുള്ള ഹോസ്പിറ്റൽ സേവനങ്ങള്,
അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻകറേജ്മെന്റ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഹോസ്പിറ്റൽ സേവനങ്ങളും മികച്ചതായിരിക്കണം അല്ലെ. ഇപ്പൊ നമുക്കറിയാം പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ലെവലിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന സേവനങ്ങളും എന്തായിരിക്കണം, നല്ലതായിരിക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ നമുക്കറിയാം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള്, താലൂക്ക് ആശുപത്രികള് അല്ല, മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ സേവനങ്ങളും എന്ത് ചെയ്യണം, ഏറ്റവും നല്ല ക്വാളിറ്റി സേവനങ്ങൾ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എൻകറേജ് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താണ്? ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ among health and hospital planners, academicians, administrators, different statutory bodies, and the public for the improvement of hospital and health care delivery systems. അതായത് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാഡമിഷ്യൻസ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റർമാര്, മറ്റു പല സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ദാറ്റ് മീൻസ് നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറുമായിട്ട് അതായത് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക് അല്ലെ, പൊതുജനങ്ങള് എന്നിവർക്കിടയിൽ ഈ പറയുന്ന ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ, അവരുടെ ആശയങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫർമേഷൻസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുക. എന്നുവെച്ചാൽ നല്ല രീതിയിലെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് അല്ലെ. അക്കാഡമിഷ്യൻസ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റർമാര്, ഈ ആരോഗ്യ മേഖലയിലെ മറ്റു പല സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ, അതുപോലെ പൊതുജനങ്ങൾക്ക് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനായിട്ട് എന്തെടുക്കുക, മീറ്റിങ്ങുകൾ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതും ഇതിന്റെ ഭാഗമാണ്. ക്ലിയർ ആയോ? ഓക്കെ, 5 പോയിന്റ് ആണ് ആദ്യം പറഞ്ഞത് കേട്ടോ. 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ നോക്കി? ഫിഫ്ത്ത് ഒന്നുകൂടെ പറയുന്നു അല്ലെ, 5ാമത്തെ പോയിന്റ്. ഇതിലേത്? ഓക്കെ, ടു എൻകറേജ് എ മീറ്റിംഗ് ഫോർ ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ മീറ്റിങ്ങുകൾ നടത്താനാണ് പറയുന്നത്. മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പ്രാദേശികമായിട്ട് അല്ലാതെ നമ്മള് എന്താ പറയാ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം. അതായത് ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആരോഗ്യ മേഖലയില് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ടു എൻകറേജ് എ മീറ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ എന്നും ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാഡമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആൻഡ് ദ പബ്ലിക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റംസ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റലുകള്, മറ്റ് ആരോഗ്യ വിതരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റൽ പ്ലാനർമാര്, ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, അക്കാഡമിഷ്യൻസ്, അതായത് ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് പ്രൊഫസർമാര്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവര്, അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര്, മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികള്, പൊതുജനങ്ങൾക്ക് എന്നിവർക്കിടയിൽ എന്താണ് അവരുടെ ആശയങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം. എന്തിനാ നമ്മളിങ്ങനെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം? എല്ലാവരുടെയും ആശയങ്ങൾ ഒരുപോലെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എല്ലാവരുടെ ആശയങ്ങൾ ഒരുപോലെ ഡിസ്കസ് ചെയ്ത് അതിൽ നിന്നുമാണ് നമ്മൾ പുതിയ പുതിയ ചില പോളിസികളും പ്രൊസീജിയറുകളും ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ഈ പറയുന്ന ഹോസ്പിറ്റൽ, മറ്റ് ആരോഗ്യ വിതരണ സംവിധാനങ്ങളൊക്കെ കുറെ കൂടെ മൊത്തത്തിൽ അതിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ ആശയങ്ങളും നമുക്ക് എന്ത് കൊണ്ടുവരണം, ഒരു കുടക്കീഴിൽ കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് മറ്റുമായിട്ട് എന്ത് കണ്ടക്ട് ചെയ്യണം? മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യണം. ഇതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്ത പോയിന്റിലോട്ട് കടക്കുകയാണ്. ടു ഇവോൾവ്. അതൊന്ന് ഞാൻ പതുക്കെ വായിക്കുന്നുള്ളൂ, പതുക്കെ വായിച്ച് പതുക്കെ പറയുന്നുള്ളൂ, കാരണം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നോക്കാം. To evolve norms and standards
for accreditation of the healthcare organization and adopt means of evaluation of such institutions to increase the quality of healthcare in the community. ഒന്നുകൂടെ വായിക്കാം. To evolve norms and standards for the accreditation of the healthcare organization. നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് ആൻഡ് MABH എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചു. അതുപോലെ നിങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അല്ലെ, അംഗീകാരത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള നിലവാരങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിക്കണം അല്ലെ. നമുക്കറിയാം കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ എന്താ പറയുക ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുള്ളൂ, അവർക്ക് അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. അക്രഡിറ്റേഷനെ പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പൊ അത്തരത്തില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അംഗീകാരത്തിനായിട്ടുള്ള നിലവാരങ്ങളും അതുപോലെ മാനദണ്ഡങ്ങളും എന്ത് ചെയ്യുക, വികസിപ്പിക്കുക. ഇനി അങ്ങനെ വികസിപ്പിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇനി എന്തും കൂടെ വേണം. അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയില് ഈ പറയുന്ന ആരോഗ്യ പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ട മൂല്യനിർണയ ഉപാധികളും നടത്തണം. മൂല്യനിർണയ ഉപാധികളും എന്ത് ചെയ്യണം, അഡോപ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ ക്വാളിറ്റി അഷ്വറൻസ് പഠിച്ചപ്പോ കുറെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഇൻഡിക്കേറ്റേഴ്സ് അതൊരു ടൂൾസ് ആണ്. ആ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ ക്വാളിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അതാണ് ഈ പറയുന്ന അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ, വിലയിരുത്താനുള്ള ടൂൾസുകൾ. അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അവിടുത്തെ ക്വാളിറ്റി കെയറും മറ്റും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന അംഗീകാരത്തിനായിട്ടുള്ള നിലവാരങ്ങളും മാനദണ്ഡങ്ങളും വികസിപ്പിച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ നടപ്പിലാക്കണം. നടപ്പിലാക്കിയതിനു ശേഷം അത് കൃത്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള മീൻസ് ഓഫ് ഇവാലുവേഷൻ, മൂല്യനിർണയ ഉപാധികൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് പോലെയുള്ള ടൂളുകളും നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആരോഗ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി വായിച്ചു നോക്കിയേ. To evolve norms and standards for the accreditation of the healthcare organization and adopt means of evaluation of such institution. ഇതിനു വേണ്ടിയിട്ടാണ് to increase the quality of healthcare in the community. Okay, clear ആയോ പോയിന്റ്? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കാം. To provide opportunities for training and research in all sides of hospital services, healthcare delivery system and healthcare administration. വേറൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ സേവനങ്ങളിലായിക്കോട്ടെ, അതുപോലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം അല്ലെ, ഹോസ്പിറ്റലിന്റെ സേവനങ്ങളിൽ മാത്രമല്ല മറ്റ് ആരോഗ്യ വിതരണ സംവിധാനങ്ങള്. ഹോസ്പിറ്റലിലൂടെ മാത്രമാണോ നമ്മൾ ഹെൽത്ത് കെയർ സേവനങ്ങൾ കൊടുക്കുന്നത്? അല്ല, ക്ലിനിക്കുകൾ വഴി കൊടുക്കുന്നുണ്ട് അല്ലെ, ഡോക്ടേഴ്സ് ഓഫീസ് വഴി കൊടുക്കുന്നുണ്ട്, ആംബുലേറ്ററി കെയർ സെന്ററുകൾ വഴി കൊടുക്കുന്നുണ്ട്, ജെറിയാട്രിക് കെയർ സെന്ററുകൾ വഴി കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റി എന്താ പറയുക സെന്റേഴ്സ് വഴി കൊടുക്കുന്നുണ്ട്, പാലിയേറ്റീവ് കെയർ, റിഹാബിലിറ്റേഷൻ സെന്ററുകൾ. ഇതൊക്കെ എന്താണ്? ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങളാണ് അല്ലെ, ആരോഗ്യ പരിചരണ സംവിധാനങ്ങളാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ആരോഗ്യ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടോ അത്തരം സംവിധാനത്തിലും. അതുപോലെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, നമുക്കറിയാലോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലും ഈ പറയുന്ന എല്ലാ മേഖലകളിലും, ഇൻ ഓൾ സൈഡ്സ് എന്നാണ് പറയുന്നത്, എല്ലാ വശങ്ങളിലും ഈ പറയുന്ന ഗവേഷണങ്ങൾക്കും അതുപോലെ തന്നെ പരിശീലനങ്ങൾക്കുമുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ്. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്? ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് അല്ലെ, പരിശീലനങ്ങൾ. നമ്മൾ പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ട പരിശീലനങ്ങൾക്കും ഗവേഷണ പ്രവർത്തനങ്ങൾക്കും. എവിടെയൊക്കെയാണ്? എല്ലാ ആശുപത്രി സേവനങ്ങളിലും മറ്റ് ആശുപത്രി വിതരണ സംവിധാനങ്ങളിലും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ ഗവേഷണത്തിനും പരിശീലനങ്ങൾക്കുമുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മളുടെ ആരോഗ്യ മേഖലയെ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ ആണോ?
നെക്സ്റ്റ് വരുന്നത് കേട്ടോ, എട്ടാമത്തെ പോയിന്റ്, എട്ട് പോയിന്റ് ഇതാണ്. ടു റിനോവേറ്റ് the knowledge and the skill of the health and hospital administrators and other personnel included in the management of healthcare organization by the way of continuous education and research. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. അതായത് തുടർച്ചയായിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ അതുപോലെ തന്നെ ഗവേഷണത്തിലൂടെ നമ്മുടെ ആരോഗ്യ മേഖലയില് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസില് പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാര്, മറ്റു മെഡിക്കൽ സ്റ്റാഫുകള്, അവരുടെ സ്കില്ല് അതുപോലെ തന്നെ നോളജ് അതിനെയൊക്കെ എന്ത് ചെയ്യാം, റിനോവേറ്റ് ചെയ്യാം. റിനോവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൂടുതൽ എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഓക്കെ, അതായത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാര്, ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർമാര്, മറ്റനുബന്ധ മെഡിക്കൽ സ്റ്റാഫുകള്, അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ പ്രൊഫിഷ്യൻസി അതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുക്കുക, തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് ഗവേഷണ പ്രവർത്തനങ്ങൾ കൊടുക്കുക. അങ്ങനെ ഗവേഷണങ്ങൾ നടത്തുമ്പോഴും തുടർച്ചയായിട്ടുള്ള പരിശീലനങ്ങളും എഡ്യൂക്കേഷനും ഒക്കെ കൊടുക്കുന്നതിലൂടെ അവർക്കും അവരുടെ കഴിവുകള്, ആരോഗ്യ മേഖലയില് അല്ലെങ്കിൽ നല്ല സേവനങ്ങൾ കൊടുക്കാനുള്ള അവരുടെ കഴിവുകള്, പ്രൊഫിഷ്യൻസി ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതെവിടെയും നമ്മൾ പറഞ്ഞു, പ്രിൻസിപ്പിൾസിലും പറഞ്ഞ അതേ പോയിന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒൻപതാമത്തെ പോയിന്റ് ഇതാണ്. To encourage and grant recognition to the research in the field of health and hospital management and to accord awards, scholarship and assistance in other suitable forms to the deserving individuals and institutions. ഒന്നുകൂടെ വായിക്കാം. To encourage and grant recognition to research in the field of health and hospital management. അതായത് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ റിസർച്ചുകൾക്ക്, ഗവേഷണങ്ങൾക്ക് എന്ത് കൊടുക്കുക, അംഗീകാരം കൊടുക്കുക. അല്ലെ, ഗ്രാന്റ് റെക്കഗ്നീഷൻ, അവർക്ക് അംഗീകാരം കൊടുക്കുക. അങ്ങനെയുള്ള ഗവേഷണ പ്രവർത്തനങ്ങളെ എൻകറേജ് ചെയ്യുക. പിന്നെന്താണ്, ആൻഡ് ടു അക്കോർഡ് അവാർഡ്സ് ആൻഡ് സ്കോളർഷിപ്സ് ആൻഡ് അസിസ്റ്റൻസ് in other suitable forms to deserving individuals and institutions. അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അർഹരായിട്ടുള്ള വ്യക്തികള്, അല്ലെ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവാർഡുകള്, സ്കോളർഷിപ്പുകള്, അസിസ്റ്റൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിലെ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുക. കാര്യം നമ്മളൊരു ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു അംഗീകാരം കൊടുക്കണം. അല്ലെ, അതിപ്പോ അവാർഡുകളിലൂടെയോ സ്കോളർഷിപ്പുകളിലൂടെയോ മറ്റെന്തെങ്കിലും ഗ്രാന്റുകളൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുക. അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ആണ് നമുക്ക് അവരുടെ ഗവേഷണങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു വിഭാഗത്തിൽ അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും, നല്ല നല്ല സംഭാവനകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും. അവർ ഗവേഷണങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അത്തരം ഗവേഷണങ്ങൾക്ക് അംഗീകാരം കൊടുക്കുക, അവർക്ക് സ്കോളർഷിപ്പുകള്, അവാർഡുകൾ അതൊക്കെ കൊടുക്കുന്നതിലൂടെ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെ, അപ്പൊ അങ്ങനെ കൂടുതൽ അങ്ങനെ നമുക്ക് അല്ലാണ്ട് ഒരു റിസർച്ച് ചെയ്തോളാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അംഗീകാരം കൊടുക്കണം. അല്ലെ, അവാർഡുകളിലൂടെയോ സ്കോളർഷിപ്പുകളിലൂടെയോ നമ്മൾ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആരോഗ്യ മേഖലയിൽ കുറെ കൂടെ നമുക്ക് വികസിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കും. അല്ലെ, ഇപ്പൊ നമ്മള് നാഷണൽ പുരസ്കാരങ്ങൾ വരെ കൊടുക്കാറുണ്ട്. അല്ലെ, ആരോഗ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പത്മശ്രീ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ. അപ്പൊ അത് ഡിസർവിംഗ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് അങ്ങനെ കൊടുക്കുന്നതിലൂടെ നമുക്ക് അതിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്, നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും നല്ല രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടുവരിക, അതാണ് ലക്ഷ്യം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നോക്കാം. അടുത്തത് 10ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. 10ാമത്തെ പോയിന്റ് ഇതാണ്. To function as an advisory or consultative body in the best interest of community and country to the central and state governments, public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization when need, so emergencies or services are demanded for. അതായത്
ഒന്നുമില്ല, അത്ര വലുതാക്കി എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന്റെ കൺസെപ്റ്റ് ആശയത്രേ ഉള്ളൂ. അതായത് നമ്മുടെ എന്താ പറയുക സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അല്ലെ, അതായത് സംസ്ഥാന സർക്കാരുകള്, അതുപോലെ കേന്ദ്ര സർക്കാര്, പിന്നെന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് നമ്മുടെ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ പൊതുമേഖല. അപ്പൊ നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റലുകള് ഒക്കെ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടില്ലേ? അപ്പൊ അത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, പിന്നെ ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, ആരോഗ്യ വിതരണ സംഘടനകള്, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ, അതായത് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജ് പോലെയുള്ള എന്താ പറയാ സ്ഥാപനങ്ങള്, മറ്റ് എന്താണ് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓർഗനൈസേഷൻസിനും അവർക്ക് എന്താണ് മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു അഡ്വൈസറി അല്ലെങ്കിൽ ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ഈ പറയുന്ന എല്ലാ വിഭാഗത്തിനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം അല്ലെ. ആ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു അഡ്വൈസറി ബോഡിയായിട്ട്, ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങളുടെ ഒന്നാണ്. ഓക്കെ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് ചെറുതല്ല. നമ്മുടെ സർക്കാരുകൾക്കായിക്കോട്ടെ, മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളായിക്കോട്ടെ, മറ്റ് ആരോഗ്യ വിതരണ സംവിധാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്വൈസറി ബോഡിയായിട്ട്, ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങളുടെ ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പൊതുജന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പൊതുജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർക്കൊക്കെ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ്, അടുത്ത പോയിന്റ് എത്രാമത്തെയാണ്? 11 കേട്ടോ. 11ാമത്തെ പോയിന്റ് ഇതാണ്. എന്താണ്? To help to prepare SOPs, manuals, literature and books on healthcare management, quality and accreditation, healthcare technology, healthcare industry related subjects, textbooks for the health management courses for the benefit of the students and faculty, hospital and healthcare organizations and academic institutions. എന്താണ് അവിടെ പറയുന്നത്? ടു ഹെൽപ്പ് ടു പ്രിപ്പയർ SOPs അല്ലെ. SOP എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിച്ചതാണ് നമ്മള്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ, പഠിച്ചിട്ടില്ലേ? ലബോറട്ടറിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. SOPs എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള SOPs, പിന്നെ മാനുവലുകള്, പിന്നെ എന്താണ് ലിറ്ററേച്ചർ ആൻഡ് ബുക്സ്. എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് അറിയാമോ? നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി, അതുപോലെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് SOPs, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകള്, മാനുവലുകള്, മറ്റ് ലിറ്ററേച്ചറുകള്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഇത്തരത്തിൽ അതായത് നമ്മുടെ ഈ പറയുന്ന ഫീൽഡുകളൊക്കെയാണ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഹെൽത്ത് കെയർ ടെക്നോളജി അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് SOPs, അതുപോലെ മാനുവലുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കുകള്, ലിറ്ററേച്ചറുകള്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. എന്തിനാ അങ്ങനെ ഒരു എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ സഹായിക്കാൻ പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. അതായത് നമ്മുടെ ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകൾ മറ്റും ചെയ്യുന്ന സ്റ്റുഡൻസുകള്, മറ്റവിടെ പ്രവർത്തിക്കുന്ന ഫാക്കൽറ്റീസ് അല്ലെ, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട SOPs, മാനുവലുകൾ, ലിറ്ററേച്ചറുകൾ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെ, അവർക്ക് പഠിക്കാനായിട്ട്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ പറയുന്ന SOPs, മാനുവലുകള്, ലിറ്ററേച്ചർ, മറ്റു ബുക്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാം. അത് മാത്രമല്ല ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, സ്റ്റുഡൻസിന് മാത്രമല്ല കേട്ടോ, സ്റ്റുഡൻസിന്, നമ്മുടെ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസിന്, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്, മറ്റ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് SOPs, മാനുവലുകള്, ലിറ്ററേച്ചറുകള്, മറ്റു ബുക്സുകളൊക്കെ തയ്യാറാക്കുന്നതിന്
വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതും എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സിൽ ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? വായിച്ചോക്കെ. To help to prepare SOPs, manuals, literature and books on healthcare management, quality and accreditation, healthcare technology and healthcare related subject. Textbook for the health management courses. ആർക്ക് വേണ്ടിയിട്ടാണ്? For the benefit of the students and faculty. അതുപോലെ hospital and healthcare organization and other academic institutions. ഓക്കെ, അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തരത്തിലുള്ള മാനുവലുകളും SOPs ലിറ്ററേച്ചർ പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് അടുത്തത് കേട്ടോ. നെക്സ്റ്റ് 12ാമത്തെ പോയിന്റ് ഇതാണ്. ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി in the field of health system management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facilities. അതായത് ഇവർ പറയുന്നത് പ്രൊഫഷണൽ കൺസൾട്ടൻസി സേവനങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. പ്രൊഫഷണൽ കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയിലെ മൊത്തത്തിൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രൊഫഷണൽസുകളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കൺസൾട്ടൻസി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ആ ഒരു മേഖലയിലെ ഏറ്റവും പ്രാവീണ്യമുള്ള ഏറ്റവും പ്രൊഫഷ്യന്റ് ആയിട്ടുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റി, നമ്മുടെ ആരോഗ്യ മേഖലയിലെ എല്ലാ ഫെസിലിറ്റികളെയും മൊത്തത്തിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പല പ്രൊഫഷണൽ കൺസൾട്ടൻസി സേവനങ്ങൾ ആവശ്യമായിട്ട് വരും. അത് ഇത്തരം കൺസൾട്ടൻസി സേവനങ്ങൾ എന്തൊക്കെ ഫീൽഡുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കൺസൾട്ടൻസി സേവനങ്ങളാണ് വേണ്ടത്? ഇവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, അതുപോലെ ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, അതുപോലെ പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ്. ഇങ്ങനെയുള്ള മേഖലകളിൽ നമുക്ക് എന്ത് വേണം? പ്രൊഫഷണൽ കൺസൾട്ടൻസി സേവനങ്ങൾ ആവശ്യമാണ് അല്ലെ. അതായത് ഏറ്റവും അവിടെ ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽസുകളുടെ സേവനങ്ങള് അത് നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മൊത്തത്തിൽ നമ്മളുടെ ആ ഒരു ആരോഗ്യ സൗകര്യങ്ങളെ ഓവറോൾ ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതും എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു എന്താ പറയാ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ? മനസ്സിലായോ ആ പോയിന്റ്? ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ ഓൺ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ടു ബ്രിങ് ദ കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിംഗ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. ഒന്നുകൂടെ വായിക്കാം. ടു കണ്ടക്ട് ഇന്റർ ഹോസ്പിറ്റൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്സ് കോമ്പറ്റീഷൻ on the different parameters to bring competitiveness for enhancing health care quality and training. അതായത് നമ്മൾ ഈ പറയുന്ന ആരോഗ്യ പരിചരണങ്ങള്, അതുപോലെ അതിന്റെ ഗുണനിലവാരം, പരിശീലനങ്ങള്, ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരക്ഷമത നമുക്ക് കൊണ്ടുവരണം അല്ലെ, ഒരു കോമ്പറ്റീറ്റീവ്നെസ് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് വിവിധ പാരാമീറ്ററുകളെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് നടത്തുക? ഈ പറയുന്ന കോമ്പറ്റീഷൻസ് നടത്തുക. ആർക്കിടയിൽ? ഹോസ്പിറ്റലുകൾക്കുള്ളില് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കിടയിൽ എന്ത് നടത്തുക? ഒരു അവാർഡ് കോമ്പറ്റീഷൻസ് കൊണ്ടുവരിക. അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ നല്ലതാണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. പഠിക്കുന്ന കാര്യത്തിൽ ഒരു കോമ്പറ്റീഷൻ വളരെ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളതാണെന്ന് പറയും. അതൊരു നേട്ടത്തിലേക്കുള്ള ഒരു കോമ്പറ്റീഷനാണ് എന്നതുപോലെ
നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? നമ്മളുടെ ആരോഗ്യ പരിചരണങ്ങള്, അതിന്റെ ഗുണനിലവാരം അല്ലെ, അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തണം. അങ്ങനെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില പാരാമീറ്ററുകൾ ബേസ് ചെയ്തു അതായത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ എന്ത് കൊണ്ടുവരണം, ഒരു കോമ്പറ്റേറ്റീവ്നെസ്, ഒരു കോമ്പറ്റീഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഒരു മത്സരക്ഷമത കൊണ്ടുവരണം. അതൊരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു മത്സരക്ഷമത കൊണ്ടുവരണം അല്ലെ. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില പാരാമീറ്ററുകൾ ബേസ് ചെയ്തിട്ട്, പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും പാരാമീറ്ററുകൾ ഉപയോഗിക്കും. നമുക്ക് വേണമെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്തിട്ട് ഏത് ഹോസ്പിറ്റലാണ് ഏറ്റവും മികച്ച സേവനങ്ങൾ കൊടുക്കുന്നത്, അതൊരു പാരാമീറ്റർ ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ടോ, അതൊക്കെ ഓരോ പാരാമീറ്ററുകളാണ്. ഏറ്റവും ഗുണനിലവാരമുള്ള പരിചരണം ഏത് ഹോസ്പിറ്റലുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഓഫ് കെയർ ഈ വർഷം കൊടുത്തിട്ടുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അങ്ങനെയൊക്കെ ഓരോ പാരാമീറ്ററുകൾ നമുക്ക് എടുക്കാം. ക്വാളിറ്റി ഓഫ് കെയർ ആവാം, അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ചില പാരാമീറ്ററുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കൊണ്ടുവരാം, ഒരു കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ടാക്കിയെടുക്കുക ആരോഗ്യ മേഖലയിൽ. അതിന് വേണ്ടിയിട്ട് അവാർഡുകൾ, ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡുകൾ, കോമ്പറ്റീഷൻസ് നടത്താനാണ് പറയുന്നത്. എന്ത് നടത്തി കഴിഞ്ഞാലും എന്തായിരിക്കും, എല്ലാവരും ആ അവാർഡുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും മത്സരിക്കും അല്ലെ. മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല പരിചരണങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക. പക്ഷെ ഏറ്റവും നല്ല പരിചരണത്തിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ നടത്തുമ്പോൾ അതിന്റെ ഔട്ട്കം നമുക്ക് നല്ലതന്നെ കിട്ടാം. നമ്മുടെ ആരോഗ്യ മേഖല അതിനനുസരിച്ച് വികസിക്കും. ഇപ്പൊ നമ്മള് ക്വാളിറ്റി അഷുറൻസ് അക്രഡിറ്റേഷൻ പറഞ്ഞപ്പോൾ അങ്ങനെയാണ്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു സംഭവമാണ്. ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് കൊണ്ടുവരുമ്പോൾ ആളുകൾ ആ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവർ കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ നടത്താൻ തുടങ്ങും അല്ലെ. അങ്ങനെ കൂടുതൽ ഇംപ്രൂവ്മെന്റ് നടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യ മേഖല വികസിക്കും അല്ലെ. അതിന്റെ ഏറ്റവും നല്ല ഔട്ട്കം ആർക്ക് കിട്ടാം, നമുക്ക് പേഷ്യൻസിനാണ് കിട്ടുക. നമ്മുടെ ആരോഗ്യ മേഖല എത്രത്തോളം വികസിക്കുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. Clear ആയതോ? To conduct a inter-hospital or institution awards competition on the different parameters to bring the competitiveness for enhancing healthcare quality and training. Clear? Okay. വായിച്ചു നോക്കൂ കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ഇതാണ്, to realize and make facility to the individuals, to realize and make facility to the individuals who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. അതായത് നമ്മുടെ ആശുപത്രി അല്ലെങ്കിൽ ആരോഗ്യ മാനേജ്മെന്റില് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, അതായത് വളരെ എന്താ പറയാ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള സംഭാവനകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്താ പറയാ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികളെയാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. അവരെ തിരിച്ചറിയാനും അവരെ ആദരിക്കാനും അവരെ അംഗീകരിക്കുന്നതിനുള്ള എന്താണ് സൗകര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതൊക്കെ ചെയ്യണം. നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു, സ്കോളർഷിപ്പ് അവാർഡ് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലൊക്കെ നമുക്ക് നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ ആ ഒരു മേഖലയിൽ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ നമ്മൾ തിരിച്ചറിയണം, അങ്ങനെയുള്ളവരെ നമ്മൾ റിയലൈസ് ചെയ്യണം, അവരെ നമ്മൾ പബ്ലിക്കായിട്ട് ആദരിക്കണം, അവരെ അംഗീകരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇത്രയുമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സുകൾ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഒരു 14 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ 14 പോയിന്റുകൾ ഒന്ന് വായിച്ചു നോക്കുക. ഓരോ പോയിന്റ് ഒരു മനസ്സിരുത്തി വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. ഓക്കെ, ഇത് വായിച്ചു നോക്കി.
ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയോ? മനസ്സിലാവുന്നുണ്ടോ? പോയിന്റുകളൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും നമ്മൾ പഠിച്ചത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സും അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസും ആണ് പഠിച്ചത് കേട്ടോ. അപ്പം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ വലിയ കുഴപ്പമില്ല. ഇത്രയും നമുക്കൊരു ഡ്രൈ ആയിട്ട് തോന്നിയില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന് ആ ഒരു ഇമ്പാക്ട്, സ്വാധീനം, അത് മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ട്. കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ് എന്നൊക്കെ പറയും. മോർട്ടാലിറ്റി റേറ്റ് തന്നെയാണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുഴപ്പമില്ല, നമുക്കത് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ. ഞാൻ കൂടുതലെടുത്ത് പറയുന്നില്ല, എനിക്കും അധികം സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങള് നല്ലപോലെ വായിക്കാം. ഓക്കെ, വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ക്ലാസ് ഒക്കെ ഭയങ്കര പേര് അങ്ങനെയാണെങ്കിൽ. പിന്നെ ബുധനാഴ്ചയാണ് ഇനി അടുത്ത അവർ വരുന്നത്. ബുധനാഴ്ച മിക്കവാറും ഞാൻ ലീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജോബ് സാറായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരു അത്യാവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു ടൈം ടേബിൾ പ്രകാരം നമ്മുടെ വെള്ളിയാഴ്ചയെ കാണുന്നു കേട്ടോ. അപ്പം അതുവരെ വായിക്കാം. വായിച്ച് ഇത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.